ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് മോഡലാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആൻഡ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ കളക്റ്റീവ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൂട്ടായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. It implies that a group of individuals collaborates to analyze a specific issue and examines multiple alternative ways to solve it. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്താണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ അതിനെ അനലൈസ് ചെയ്യുക ആൻഡ് എക്സാമിൻ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ആൻഡ് മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ്, ഒന്നിലധികം സാധ്യതകൾ അല്ലെങ്കിൽ വഴികൾ എന്തൊക്കെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കുന്നു. ആഫ്റ്റർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആൻഡ് ഓപ്ഷൻസ് ആർ കെയർഫുള്ളി എക്സാമിൻഡ്. ഇങ്ങനെ കൂടിച്ചേരുന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് എല്ലാം പറയുകയും ഓരോന്നിനെയും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ എക്സാമിൻ ചെയ്യുകയും ദേ മാനേജ് ടു കം ടു എ സൊല്യൂഷൻ, അതിനുശേഷം നല്ലൊരു സൊല്യൂഷൻ ആ ഇഷ്യൂവിന് എന്താണോ അനുയോജ്യമായിരിക്കുന്നത് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ പ്രധാനമായിട്ടും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസിഷൻ മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും. ഏത് തരത്തിലുള്ള ഗ്രൂപ്പാണ്, എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളവിടെ പറയണം. ഒബ്ജക്റ്റീവ്സ് ഫോർ വിച്ച് ദ ഗ്രൂപ്പ് ഈസ് ഫങ്ഷനിങ്. ഇനി എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഡിസിഷൻ മേക്കിംഗ് കോണ്ടെക്സ്റ്റ്, ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുക. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇനി നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വല്ല ഇൻഫർമേഷൻസും കൂടി ആവശ്യമുണ്ടെങ്കിൽ അതും ഉപയോഗപ്പെടുത്തുക. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അഡോപ്റ്റഡ് ബൈ ദ പീപ്പിൾ. ആ ഒരു പ്രോസസ്സ് ആരാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, ആരാണോ അതിൽ കൂടിച്ചേർന്നിരിക്കുന്ന വ്യക്തികൾ അവർ തന്നെ അഡോപ്റ്റ് ചെയ്തായിരിക്കുക. വേരിയസ് റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഈ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ പലതരത്തിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ 6 പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഗ്രൂപ്പ് ഡിസ്കഷനും അല്ലെങ്കിൽ ഡെസിഷനും ഒക്കെ സക്സസ്ഫുൾ ആകോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ് ഗ്രൂപ്പ് ഡെസിഷൻ മേക്കിംഗ് വരുന്നത്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈച്ച് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഗീവ്സ് ഹിസ് ഓൺ ഐഡിയാസ് അബൌട്ട് എ പ്രോബ്ലം. ഓരോ മെമ്പറും ആ ഗ്രൂപ്പിലത്തെ അവരുടേതായ സ്വന്തം ഐഡിയകൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദ ഇൻഡിവിജ്വൽ ഐഡിയാസ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ഡിസ്കഷൻ. അതിനുശേഷം ഓരോ വ്യക്തികളും കൊടുത്തിരിക്കുന്ന ഐഡിയാസ് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻ ദ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ഡിസ്കഷൻ, ഒരു ഡിസ്കഷനും കൂടാതെ തന്നെ ഗ്രൂപ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഡിസ്കസ് ഈച്ച് ഐഡിയ വൺ ബൈ വൺ. ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയേനെ വീണ്ടും എല്ലാവരും കൂടി ഇരുന്ന് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഓരോരുത്തർ പറയുന്ന ഐഡിയയുടെയും ഇവാലുവേഷൻ അവിടെ ചെയ്യുക, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എന്താന്ന് നോക്കുക. ഓരോ മെമ്പർക്കും എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിന് ഈച്ച് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് റാങ്ക്സ് ഓൾ ദീസ് ഐഡിയാസ്. ഓരോ മെമ്പറും എന്ത് ചെയ്യാം, അവർക്ക് അനുയോജ്യമായ രീതിയിൽ, ഇപ്പോൾ ഒരു 5-6 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 6 ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മെമ്പർക്കും ഈ 6 ഒപ്പീനിയൻ എന്ത് ചെയ്യാം, അവർക്ക് റാങ്ക് ചെയ്യാം. ഓരോ മെമ്പറും എന്ത് ചെയ്യണം, അങ്ങനെ റാങ്ക് ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ ദീസ് റാങ്ക്സ് ആർ കമ്പൈൻ ടുഗെദർ ടു പ്രിപ്പയർ. എന്നിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഗ്രൂപ്പ് റാങ്കിങ് നടത്തുന്നത് ഈ പ്രപ്പോസലിൽ എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് സ്യൂട്ടബിൾ ആയിട്ട് ഡിസിഷൻ അവിടെ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു
നമ്മൾ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് എടുക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെയും അതിൽ ഓരോ ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ്സ്, ലാർജ് നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ഓരോരുത്തരുടെയും എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇതോടുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ ആൻഡ് ഫ്രീ അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസിഷന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് വിളിക്കുമ്പോൾ ഓരോ ഡിസിഷൻസും കൃത്യമായിട്ട് അവർ പറയാനുള്ളൊരു അന്തരീക്ഷം അവിടെ കിട്ടുന്നു, തുറന്ന് പറയാനുള്ളൊരു അഭിപ്രായം അതിനുള്ള അന്തരീക്ഷം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അവർക്കൊരു ഓരോ മെമ്പേഴ്സിനും അതിനുള്ള ഫുൾ ഫ്രീഡമാണ്, അവരുടെ ആ ഒരു ഒപ്പീനിയൻ പറയാനുള്ള അവർക്കുള്ള അവസരം നമ്മളിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ആരും തമ്മിലും എന്തുണ്ടാവരുത്, ഒരു ക്രിറ്റിസിസം, ഒരു വിമർശനം അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണലി ഒരിക്കലും അവരുടെ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക ഒക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൻ്റെ പേരിലൊരു വിമർശനം അവിടെ ഉണ്ടാവരുത്. അതിൻ്റെ ഫലമായിട്ട് ആ മീറ്റിങ്സിൽ കൂടുതൽ ഐഡിയാസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഇനി ഒന്നിലധികം പേര് പങ്കെടുക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ ഇവിടെ ശേഖരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പൂളിംഗ് ഓഫ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും സ്വയം വ്യക്തിത്വ വികസനം ഉണ്ടാവുന്നു. ഓരോ ഓപ്പർച്യൂണിറ്റീനെയും അവരവരുടെ കഴിവുകളെ എങ്ങനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഇൻഫർമേഷൻ ടു നോൺ പാർട്ടിസിപ്പൻസ്, ഇങ്ങനെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാത്ത വ്യക്തികളുണ്ടാവും, അവർക്ക് കൃത്യമായിട്ട് ഓരോ ഇൻഫർമേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ആ മീറ്റിങ്ങിന് ശേഷം. ആൻഡ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പേഴ്സിന് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ഡിസിഷനെ ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ബാലൻസ്ഡ് ഡെസിഷൻസ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് അസർടെയിൻ മൾട്ടിപ്പിൾ കോൺസിക്വൻസസ്. ഈ ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കുമ്പം ഒന്നിലധികം കോൺസിക്വൻസസും റിസ്ക്കും ആ ഒരു ഐഡിയയുമായിട്ടൊക്കെ ഉണ്ടായിരിക്കും. റിസൾട്ട് ഈസ് ബാലൻസ്ഡ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ പോരായ്മകൾ ഉണ്ടാവാം, കുറേ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എന്താണോ നമ്മൾ സെലക്ട് ചെയ്ത ഐഡിയ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ നമുക്കൊരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജീസ് ആണ്. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് തന്നെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഐഡിയ ജനറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഒരു കോൺഫറൻസ് ടെക്നിക്ക് കൂടിയാണ്. ഗ്രൂപ്പായിട്ട് കുറച്ച് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അവരുടേതായ ചില ഐഡിയാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ബ്രെയിൻ ടു സ്റ്റോം ദ പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതിന് ടു സ്റ്റോം, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഒക്കെ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു കണക്റ്റഡ് വിത്ത് ദ പ്രോബ്ലം ഡയറക്ട്ലി ഓർ ക്ലോസ്ലി മീറ്റ്സ് ടുഗെദർ. പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം കൂടിച്ചേർന്ന് വളരെ അടുത്തിരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ സൊല്യൂഷൻ കാണുന്നു. ഓരോ മെമ്പേഴ്സിനും അവരുടേതായ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. ഓരോ മെമ്പേഴ്സിനും അവരുടേതായ ഐഡിയാസ് ഫ്രീ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം അവിടെ എക്സ്പ്രസ് ചെയ്യാം. അതിൻ്റെ ക്രിറ്റിസിസം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ഐഡിയാസ് ഇവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഏറ്റവും യൂസ്ഫുൾ ആയത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കാണ്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. വിച്ച് റെസ്ട്രിക്ട്സ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത്ര നടക്കുന്നില്ല മെമ്പേഴ്സിൻ്റെ ഇടയിൽ. ഡ്യൂറിങ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഇല്ല. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും അവരുടെ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതി തയ്യാറാക്കാനാണ് പറയുന്നത്. എല്ലാവരുടെ ഐഡിയകളും ഇങ്ങനെ കളക്ട് ചെയ്യും. അതിനുശേഷമാണ് ഒരു ഓപ്പൺ ഡിസ്കഷനും ഇവാലുവേഷനും അവിടെ നടത്തപ്പെടുന്നത്. ഇങ്ങനെ ഐഡിയ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയായിരിക്കും ഫൈനൽ ഡിസിഷനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഡെൽഫി മെത്തേഡാണ്. ഈ ഒരു ടെക്നിക്കിൽ വിൽ നോട്ട് ബി എനി ഫോർമൽ മീറ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഇവിടെ പാർട്ടിസിപ്പൻസുമായിട്ട് ഒരു ഫോർമൽ മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് പാർട്ടിസിപ്പൻസ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് ആർ ആസ്ക്ഡ് ടു ഫിൽ അപ്പ് എ ക്വസ്റ്റനെയർ ആൻഡ് ദേ സെൻഡ് ഇറ്റ് ത്രൂ പോസ്റ്റ്.
അവരോട് പാർട്ടിസിപ്പൻസിനോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും, അത് ഫില്ല് ചെയ്യാൻ പറയും, എന്നിട്ട് അത് പോസ്റ്റ് വഴി അയക്കാൻ പറയും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യനെയർ സാധാരണ ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെസ്പോൺസസ് ആർ കളക്റ്റഡ് ഫ്രം എ ലാർജർ ഗ്രൂപ്പ്. ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യനെയറൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ കിട്ടുന്ന ഈ റെസ്പോൺസിനെയൊക്കെ നമ്മൾ ടാബുലേറ്റ് ചെയ്യും, അത് ക്വസ്റ്റ്യനെയറിൻ്റെയൊക്കെ റിവൈസ് ചെയ്യുക. ആൻഡ് അത് കംപ്ലീറ്റ് ചെയ്യുന്നവരേക്ക് സ്റ്റിൽ ലാർജർ ഗ്രൂപ്പിൻ്റെ വരേക്ക് അത് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകും. ആ റിസൾട്ട് ഒറിജിനൽ പോളിംഗ് ആർ ഫെഡ് ബാക്ക് ടു ദ റെസ്പോണ്ടൻറ്റ് ഗ്രൂപ്പ് ടു യൂസ് ഇൻ സബ്സീക്വൻറ്റ് റെസ്പോൺസസ്. അതിൻ്റെ കൃത്യമായ റിസൾട്ട് ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കാം. ദിസ് പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് അൺടിൽ സൊല്യൂഷൻ ഈസ് അറൈവ്ഡ്. എപ്പോഴാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നത് അതുവരെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. 4ാമത്തെ പോയിന്റിലാണ് മൾട്ടി വോട്ടിംഗ് പറയുന്നത്. മൾട്ടി വോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മറ്റുള്ള ടെക്നീക്കിനെക്കാട്ടിലും. ഡെസിഷൻ എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രൂപ്പ് വോട്ട്, അവരുടെ പ്രിഫേർഡ് ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ച് ഗ്രൂപ്പ് വോട്ടുകൾ ചെയ്യാം. ഇതിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഫാസ്റ്ററാണ് ആൻഡ് പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ഇൻറ്റു എൻ ഇമെയിൽ ആൻഡ് ഡസ് നോട്ട് റിക്വയർ എ ഫോർമാലിറ്റി ഷെഡ്യൂൾഡ് മീറ്റിംഗ്. ഒരു ഫോർമലി ഷെഡ്യൂൾ മീറ്റിംഗ് ഒന്നും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 5ാമത്തെ പോയിന്റിൽ പറയുന്ന കൺസെൻസസ് ബിൽഡിംഗ് ആണ്. കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അനദർ ടെക്നിക്കാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് പ്രകാരം ഒരു ശ്രമം നടത്തുക, ഒരു ഡെസിഷന് നമ്മൾ എല്ലാ ഐഡിയാസും കൂടി ജനറേറ്റ് ചെയ്ത് സെവറൽ ടാസ്കും സബ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാക്കിയിട്ട് സൊല്യൂഷൻ കാണാനുള്ള ഒരു ശ്രമം കൊടുക്കുന്നതിനാണ് കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ട്രഡീഷണൽ ബ്രെയിൻ സ്റ്റോമിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് അവരെ പൂൾ ചെയ്യുക, കാറ്റഗറി വൈസ് അല്ലെങ്കിൽ സിമിലർ ഐഡിയാസിനെയൊക്കെ ഒന്നിച്ച് ചേർക്കുക. അങ്ങനെ വരുമ്പോൾ ടീം മെമ്പേഴ്സിന് ഒരു ബ്രേക്ക് ഡൗൺ ഈച്ച് പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ബൈ കാറ്റഗറി, അവരുടെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഓപ്ഷന് പകരം അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓരോ ടീമായിട്ട് മാറ്റാം. കൺസെൻസസ് ബിൽഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യപ്പെടുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ലെവൽ ഇഷ്യൂസിനൊക്കെയാണ്. കാരണം ഡിഫറെൻറ്റ് കാറ്റഗറീസിനുള്ള ഡിഫറെൻറ്റ് നീഡ്സും സ്പെസിഫിക് ഇഷ്യൂ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പം ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്. കാരണം ഒരുപാട് പാർട്ടിസിപ്പൻസിനെ ഉൾക്കൊള്ളിക്കാനും അവരുടെ കമൻസും സജഷനും ഒക്കെ കേട്ട് അതിൻ്റെ ഫലമായിട്ട് ഒരു ലോങ് അവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായി പറയുന്നത്. 2ാമത്തെ വളരെ കോസ്റ്റ്ലി ആണെന്നുള്ളതാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും എന്തല്ല, നോട്ട് ഓൺലി സ്ലോ ബട്ട് ഓൾസോ കോസ്റ്റ്ലി. സ്ലോ മാത്രമല്ല കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി പൈസ ധാരാളം ചിലവഴിക്കേണ്ടതുണ്ട്. എക്സിക്യൂട്ടീവ്സിനൊക്കെ വരുമ്പം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാല്യുബിൾ ടൈം നമ്മുടെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അതിനുള്ള ചിലവുകളൊക്കെ നമ്മളായിരിക്കും വഹിക്കേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ചില പ്രൊഡക്റ്റീവ് പർപ്പസ് ഈസ് ദസ് ലോസ്റ്റ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റീവ് പർപ്പസ് അവിടെ നമുക്ക് ലോസ്റ്റ് ആവാനും ഈ ഒരു അവസരത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സമയക്കുറവ് മൂലമൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡോമിനേഷൻ, ഇനി പൊതുവേ കാണാറുള്ള എന്താ വെച്ചാൽ ചില ആളുകൾ കൂടുതൽ ഡോമിനൻ്റ് ആയിരിക്കും ഗ്രൂപ്പ് മീറ്റിങ്ങിൽ. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്താലും ചില ആളുകളുടെ കയ്യിലായിരിക്കും അതിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്പീനിയനും സജഷനും ഒക്കെ ഓരോ ഇൻഡിവിജ്വൽസ് തന്നാലും ചിലപ്പോൾ ചില ഡിസിഷൻസ് ഗുഡോ ബാഡോ ആവാം, ആർ ഓണേർഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്തൊക്കെ നടന്നാലും ലാസ്റ്റ് എത്തുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് ദ ഡെസിഷൻസ് ഓഫ് ദീസ് ഡോമിനൻസ് പേഴ്സണാലിറ്റീസ്, ഈ കൈയടക്കി വെച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും ബിക്കം ദ ഡെസിഷൻസ് ഓഫ് ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ അവസാന തീരുമാനമായി മാറുന്നത്. ഓൾ അതർ പാർട്ടിസിപ്പൻസ് സിംപ്ലി റിമെയിൻ ആസ് സൈലന്റ് സ്പെക്ടാറ്റേഴ്സ്. മറ്റുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം ഇത് നോക്കിയിരിക്കാനുള്ള ഒരു ആൾക്കാർ മാത്രമായി മാറുന്ന ഒരു പ്രതിഭാസം പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് നോ റെസ്പോൺസിബിലിറ്റി. There will be a strong commitment on the part of all members if the decision is group meeting is turned into success. ഒരു സക്സസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡിസ്കഷനും മീറ്റിങ്ങും സൊല്യൂഷനും കൊണ്ടുവരുമ്പം ഓരോ മെമ്പേഴ്സിൻ്റെ ഭാഗത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ തിരിച്ചാണെങ്കിലോ
ഇഫ് ദ ഡിസിഷൻ ഫൗണ്ട് ടു ബി ഫെയിലിയർ, നമ്മളെടുത്ത തീരുമാനം തെറ്റായിരുന്നെങ്കിലോ ഒരാളും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ റെഡി ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. കാരണം നമ്മൾ പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അതൊരു ഗ്രൂപ്പായി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ശരിയായിട്ടും കാണാറുണ്ട്. എവരിബഡീസ് റെസ്പോൺസിബിലിറ്റി ഈസ് നോബഡീസ് റെസ്പോൺസിബിലിറ്റി. ഓരോ ആളുകളുടെയും റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ പറയാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും സ്ട്രാറ്റജിയും അതിൻ്റെ ഇമ്പോർട്ടൻസും അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ്സൊക്കെ. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 3rd ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയി എന്നും ഉപകാരപ്പെട്ടു എന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ത്രോട്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഒന്ന് വളരെ സ്ലോ ആയിട്ടും കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ല തൊണ്ടയ്ക്കുള്ള പ്രശ്നം കൊണ്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ എൻ്റെ ആ ഒരു വോയിസിൻ്റെ മോഡുലേഷൻ കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. മാക്സിമം ഞാൻ എന്തായാലും വീഡിയോസ് മുടങ്ങാതെ തന്നെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.